ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ തന്നെ ജനറേറ്റീവ് AI തുടങ്ങിയ രണ്ട് ഹോട്ടസ്റ്റ് മേഖലകളെ കുറിച്ചിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിലൊരു ലെവലപ്പ് ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. സോ നമുക്ക് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതുപോലെ എന്താണ് ജനറേറ്റീവ് AI എന്നതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഠിക്കുന്നതിനുള്ളത്, അതായത് ലേണിങ്ങിനുള്ള കഴിവ്, പ്രോബ്ലം സോൾവിങ്ങിനുള്ള കഴിവ്, അങ്ങനെയുള്ള മനുഷ്യന്റെ കഴിവുകളെ മെഷീനെ കൊണ്ട് സാധിപ്പിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. അതായത് സ്വന്തമായിട്ട് ടെക്സ്റ്റുകൾ ജനറേറ്റ് ചെയ്യുക, അതുപോലെ ഇമേജുകൾ ജനറേറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോസ് ജനറേറ്റ് ചെയ്യാം. ഇതിനെയാണ് ജനറേറ്റീവ് AI എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ 2024 വന്നിട്ട് ഈ AI, ജനറേറ്റീവ് AI എന്നീ മേഖലകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പം ഹെൽത്ത് കെയറിലായാലും മാർക്കറ്റിങ്ങിലായാലും ഫിനാൻസിലായാലും ഏതൊരു സെക്ടറിലായാലും ഇപ്പം AIന്റെ ആപ്ലിക്കേഷൻസ് വന്നിട്ട് എക്സ്പ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പം ജനറേറ്റീവ് AI ആണെങ്കിൽ നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ സെക്ടറിൽ തന്നെ ഒരു റെവല്യൂഷൻ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ നിങ്ങൾക്ക് മുന്നിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്കിനി ഇതിൽ 2024 വന്നിട്ട് ഈ AI ആൻഡ് ജനറേറ്റീവ് AI എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിന്റെ റോഡ് മാപ്പിലേക്ക് കിടക്കാം. മെയിനായിട്ട് 3 സെക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് AIന്റെ ബിൽഡിംഗ് ചെയ്യുന്നതിന്റെ ഫൗണ്ടേഷൻ ആണ് നോക്കേണ്ടത്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ വന്നിട്ട് ഇതിന്റെ മേജർ കോർ പാർട്ട് എങ്ങനെ കവർ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അപ്പം അതിൽ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ഫൗണ്ടേഷനിൽ വന്നിട്ട് നമുക്ക് ഇതിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് പഠിക്കാനുള്ളത്. മെയിനായിട്ട് പൈത്തൺ ആണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പൈത്തൺ ആണെങ്കിൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ സിൻടാക്സ് ഒക്കെ വളരെ ഈസിയാണ് പഠിച്ചെടുക്കാനായിട്ട്. ഇതിൽ ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നോക്കാനുള്ളത് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമ്മൾ കുഞ്ഞിലെ പഠിച്ചു വന്നിട്ടുള്ള ലീനിയർ ആൾജിബ്ര, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി തുടങ്ങിയ മാത്തമാറ്റിക്കൽ ടോപ്പിക്സ് ഒക്കെ നമ്മളൊന്ന് ബ്രഷ് അപ്പ് ചെയ്ത് ഇതിൽ എടുക്കേണ്ടി വരും. നെക്സ്റ്റ് നമുക്ക് ഇനി ഇതിൽ നോക്കാനുള്ളത് കമ്പ്യൂട്ടർ സയൻസിന്റെ ഫണ്ടമെന്റൽസ് ആണ്. അതിൽ തന്നെ നമുക്ക് മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ആൽഗോരിതംസും അവയുടെ ആപ്ലിക്കേഷൻസും അതെങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കമ്പ്യൂട്ടർ സയൻസ് ഫണ്ടമെന്റൽസിൽ വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ AIന്റെ ഫൗണ്ടേഷനിൽ വരുന്ന കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് വന്നിട്ട് AIന്റെ കോറിൽ വരുന്ന കാര്യങ്ങളാണ്. കോറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കവർ ചെയ്യണം. അപ്പം അതിൽ ഫസ്റ്റ് തുടങ്ങുന്നത് മെഷീൻ ലേണിംഗ് മോഡൽസുകളിൽ നിന്നാണ്. അപ്പം മെഷീൻ ലേണിംഗ് മോഡൽസിനെ ഡീപ്പായിട്ട് ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്കറിയാം, ഇതിന് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡീപ്പായിട്ട് പോയിട്ട് പുതിയ പുതിയ മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യലായിരിക്കും ഇതിൽ നടത്തുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഡീപ്പ് ലേണിംഗിലേക്ക് കിടക്കും. ഇതിൽ വന്നിട്ട് നമ്മൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇമേജ് റിക്കഗ്നിഷൻ, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്ന സെക്ഷനിലായിരിക്കും. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഇതിൽ വരുന്നത് ഡാറ്റ അനാലിസിസ് ആണ്. സോ ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡാറ്റയിൽ നിന്ന് പുതിയ പാറ്റേൺസും പുതിയ ഇൻസൈറ്റ്സും കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ്. ഡാറ്റ അനാലിസിസിന് നമുക്ക് ഇഷ്ടംപോലെ ടൂളുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പം പൈത്തണിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഡാറ്റ ഫ്രെയിംസ് ഉപയോഗിച്ചിട്ട് ഡാറ്റ അനാലിസിസ് നടത്താം, അതുപോലെ നമ്പൈ ഉപയോഗിച്ചിട്ട് നടത്താം. അങ്ങനെ കുറേ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് പവർ BI, ടാബ്ലോ പോലുള്ള പുറത്തുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതിന്റെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറേറ്റീവ് AIന്റെ പാർട്ടാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്ക് ജനറേറ്റീവ് അഡ്വേഴ്സറിയൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇതെങ്ങനെയാണ് ഈ ടെക്സ്റ്റ് അല്ലെങ്കിൽ പുതിയ ഇമേജ് ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ, അതാണ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇതിന് നമുക്ക് മെയിനായിട്ട് 2 ന്യൂറൽ നെറ്റ്വർക്ക് പാർട്സ് ആണ് ഉണ്ടാവുക. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കൺസ്ട്രക്ടറും മറ്റൊന്നൊരു ഡിസ്ക്രിമിനേറ്ററും ആയിരിക്കും. ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ആളാണ് ഈ പിക്ചറൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ വരുത്തിക്കുന്നത്. അപ്പം ഈ കുഞ്ഞു കുട്ടികൾ ആദ്യം നമ്മൾ ഇമേജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും നല്ലല്ലോ വരാം, പിന്നെ അത് ചെയ്തല്ലേ പെർഫെക്റ്റ് ആവാം. അപ്പം അതാണ് നമ്മുടെ കൺസ്ട്രക്ടർ ചെയ്യുന്നുണ്ടാവുക. അതിങ്ങനെ ചെയ്ത് ആ ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ട് വരും. പിന്നെ നമ്മുടെ ഡിസ്ക്രിമിനേറ്റർ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസിൽ ഫേക്ക് ആയിട്ടുള്ള പാർട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡിസ്ക്രിമിനേറ്റർ ചെയ്യുന്ന കാര്യം. സോ ഈ ഒരു 2 ന്യൂറൽ നെറ്റ്വർക്ക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ടാവുക. ദെൻ നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കും. പിന്നെ ഇതിന്റെ തന്നെ ലേറ്റസ്റ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറയാനായിട്ട് നമുക്ക് ഡെവിനൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് കോഡ് ജനറേഷൻ ഒക്കെ നടത്തുന്നത്. ലാസ്റ്റ് വന്നിട്ട് പിന്നെ ഇതിൽ വരുന്നത് കോൾ ടു ആക്ഷൻ ആണ്. അതായത് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഇതെങ്ങനെ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നല്ലൊരു റോഡ് മാപ്പും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ ഈ AI ആൻഡ്
ജനറേറ്റീവ് എ എന്ന് പറയുന്ന മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ചെയ്യാനും സാധിക്കുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും കാണുന്നതിന് വേണ്ടിയിട്ട് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഫോർ മോർ.